ഞാൻ ഇന്ന് വരെ കഴിക്കാത്ത ഒരു സാധനമാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരിമ്പന കൂമ്പ് എന്ന് പറയും. അത് കരിമ്പനയുടെ വിത്ത് പാകി മുളപ്പിച്ചിട്ട് എടുക്കുന്നതാണ്. പാലക്കാട്, തമിഴ്നാട് ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കിട്ടണത്. ഇതിനൊത്തിരി പോഷക ഗുണം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കാരണം ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് എനിക്കൊന്ന് വാങ്ങണമെന്ന് തോന്നി. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം നമുക്കിത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കരിമ്പന കൂമ്പ്. ഇത് പാലക്കാട് നിന്ന് വാങ്ങിയതാണ്. ഞങ്ങൾ പാലക്കാടിന് പോയപ്പോണ്ട് അവിടെ കൃഷി ചെയ്യണത് കണ്ടു. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് വളരെ പോഷകമുള്ളതെന്നൊക്കെയാണ് എല്ലാവരും അവർ പറഞ്ഞതൊക്കെ. പിന്നെ ഇത് പുഴുങ്ങിയാണ് കഴിക്കണേന്നും പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് ഇതുവരെ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണതാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ പൊളിച്ചെടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ കഴുകിയെടുക്കാം നമുക്കത്. പനങ്കൂമ്പെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ രണ്ട് വശം ഒന്ന് മുറിച്ച് കളയണം. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രഷർ കുക്കറിൽ ഒരു 8-10 വിസിലെങ്കിലും കേൾക്കണം അത് വേവണമെങ്കിൽ. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ആ ചവർപ്പ് നന്നായിട്ട് പോകണമെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർക്കാം. ഇനി ഇത് നികച്ച വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇത്രയും വെള്ളം മതി. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലൊരു സ്വാദിനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 8-10 വിസിൽ കേൾക്കണ വരെ ഇതങ്ങോട്ട് വേവട്ടെ. നമ്മുടെ പനങ്കൂമ്പൊക്കെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചും കൂടെ നോക്കാം. ഇതോരനെടുത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഏതായാലും ഇതിൻ്റെ ഈ നടുക്കൊരു ഇതുണ്ട്. അത് അതിൻ്റെ ആ മുള വന്നതാണ്. അത് എടുത്ത് കളയണം. ഇങ്ങനെയുള്ള ഭാഗമാണ് കഴിക്കേണ്ടത്. ഇതിങ്ങനെ നാര് പോലെ ഉണ്ട്. അതൊക്കെ എടുത്ത് കളയണം. എന്നിട്ടാണ് കഴിക്കണം. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇതിൽ കുറേ നാരുകളൊക്കെ ഉണ്ട്. നമ്മുടെ കൊച്ചുകൂവയൊക്കെ കഴിക്കാമല്ലോ, അതുപോലെ ഒരു ആ ടേസ്റ്റ് അല്ല, എന്നാലും അങ്ങനെയാണ് തോന്നണത്. അത്ര വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ല. പിന്നെ നമ്മൾ കഴിക്കാത്തൊരു സാധനം ആയതുകൊണ്ട് എങ്ങനെയാണെന്നൊരു പരീക്ഷിച്ച് നോക്കാമെന്ന് നോക്കണം. ഇത് നല്ല സ്വാദായിട്ട് കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇതിൽ ഒത്തിരി പോഷക ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ പുതുമയാർന്ന വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.